റാന്നി നാറാണംമൂഴി പഞ്ചായത്തിൽ ഉൾപ്പെട്ട അടിച്ചിപ്പുഴയിൽ അവിടുത്തെ ജനങ്ങളുടെ ഏക ഉപജീവനമാർഗം കൃഷിയാണ്. കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ്, റബ്ബർ, തേങ്ങ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. നാറാണംമൂഴി ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡാണ്. ഇതിവിടെ എസ്റ്റികളാണ് ഇവിടെ ഈ വാർഡ് മൊത്തത്തിലുള്ളത്. ഈ വാർഡെന്ന് പറഞ്ഞാൽ 3 ഊരുമുപ്പന്മാരുടെ കീഴിലുള്ളതാണ്. ഒന്ന് ചൊള്ളനാവയൽ, ഒന്ന് കരികുളം, ഒന്ന് അടിച്ചിപ്പുഴ. അപ്പം നമുക്കിവിടെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഭൂമി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ഭൂമിക്കകത്ത് നമുക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അതായത് നേരത്തെ കപ്പയും വാഴയും ചേനയും ചേമ്പും എല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പം പന്നിയുടെ ശല്യം കാരണം ഒരുത്തർക്കും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് ഫോറസ്റ്റുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. റബ്ബർ ബോർഡൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ ഈ സ്ഥലങ്ങളെല്ലാം ഓരോ വ്യക്തികളുടെ ഏറ്റെടുത്ത് റബ്ബർ ബോർഡിൻ്റെ കീഴിൽ റബ്ബർ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഗുണകരമായ കാര്യമായിരിക്കും. ഇവ രാത്രികാലങ്ങളിൽ കാട്ടുപന്നികൾ കൂട്ടമായി വന്ന് തിന്നുകയും വിളകളപ്പാടെ നശിപ്പിക്കുകയുമാണ് പതിവ്. വേണോ തെങ്ങലിന്ന് തേങ്ങ തിന്നുക അണ്ണാൻ അതിനെ ഓടിക്കണം. ഓടിച്ചിട്ടേ ഇത് ഒക്കെ കമ്പം തെങ്ങിലെങ്ങാണ്ട് ഇരിക്കുവോ മൊത്തം തിന്ന് 5 തെങ്ങയിലെ തേങ്ങ മൊത്തം ഒരു വെള്ളയ്ക്ക പോലും അത് ഇരിക്കും. ഒന്ന് കണ്ടോ പകുതി തിന്ന് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുമൂലം കൃഷിയിൽ നിന്ന് ആദായമൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാറില്ല. ഇപ്പോൾ ഇവിടെയുള്ള റബ്ബർ മരങ്ങൾ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് റബ്ബർ ബോർഡുമായി ചേർന്ന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. അന്നുള്ള എല്ലാ കൃഷിയും ചെയ്യും. ചേമ്പ്, ചേന, കാച്ചിൽ, വാഴ, കപ്പയല്ലയോ കൂടുതലും തിന്നുന്നത്. അതാ കൂടുതലും കൃഷി. അതിപ്പോൾ രണ്ടും ചെയ്യാനൊക്കുകയില്ല, ഒരു വകയും ചെയ്യാനൊക്കുകയില്ല. എല്ലാം പന്നിയും. ഇപ്പം 2 വർഷമായില്ല ഈ മലയെണ്ണം കയറിയിട്ട്. അത് ഭയങ്കര ശല്യം. പിന്നെ കുരങ്ങും വരുമായിരുന്നു. ഇപ്പം അത് കുരങ്ങ് അങ്ങനെ വരുന്നില്ല. ഈ മലയാളം വന്നത് കൊണ്ടായിരിക്കും കുരങ്ങ് വരുന്നില്ല. കുരങ്ങിൻ്റെ ശല്യം അതിലപ്പുറം. അത് നമ്മൾ അങ്ങോട്ട് എറിയുമ്പോൾ അത് ഇങ്ങോട്ട് പറിച്ചെറിയും. മേളത്തെ 7-8 മൂട് തെങ്ങ മൊത്തം തിന്നു കഴിഞ്ഞാൽ അത് മിക്കവാറും ഞങ്ങളുടെ ചിലവായിരുന്നു. ഇപ്പം അത് ചിലവില്ല. മറ്റു വിളകൾക്ക് വന്യജീവി ആക്രമണത്തിൽ നിന്നും സംരക്ഷണം ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പുവരുത്തണം. സിറ്റി ന്യൂസ്, റാന്നി.